നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിപണിയിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു രക്തച്ചൊരിച്ചിലാണ്. മിഡിൽ ഈസ്റ്റിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയെയും ആഗോള സമ്പദ്വ്യവസ്ഥയെയും വലിയ രീതിയിൽ പിടിച്ചുലച്ചിരിക്കുകയാണ്. സെൻസെക്സിലെയും നിഫ്റ്റിയിലെയും കൂറ്റൻ തകർച്ച, ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം, കുതിച്ചുയരുന്ന സ്വർണ്ണവില, ടാറ്റ മോട്ടോഴ്സിനും മഹീന്ദ്രയ്ക്കും വിദേശത്തു നിന്നേറ്റ തിരിച്ചടി, ഒപ്പം ഇന്ത്യ കാനഡ ബന്ധത്തിലെ പുതിയ വഴിത്തിരിവ് എന്നിവയുൾപ്പെടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ വിപണി തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. സെൻസെക്സ് 1048 പോയിന്റുകൾ ഇടിഞ്ഞ് വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 പ്രധാന സപ്പോർട്ട് ലെവലുകളെല്ലാം തകർത്ത് 24,900 താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഈ വൻ വീഴ്ചയ്ക്ക് പ്രധാന കാരണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണമാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധസാഹചര്യം ആഗോളതലത്തിൽ നിക്ഷേപകരെ കടുത്ത പരിഭ്രാന്തിയിലാക്കി. വിദേശ നിക്ഷേപകർ വലിയ തോതിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നും പണം പിൻവലിച്ചതാണ് ഈ പാനിക് സെല്ലിങ്ങിന് വഴിവെച്ചത്. യുദ്ധഭീതി ഒഴിയുന്നതുവരെ മാർക്കറ്റിൽ വലിയ വോളറ്റൈലിറ്റി തുടരാൻ തന്നെയാണ് സാധ്യത. ഈ യുദ്ധം നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ നേരിട്ട് ബാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന രണ്ട് വലിയ വാർത്തകളാണ് അടുത്തത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഇതിന്റെ സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്ക് വരാനിരുന്ന ക്രൂഡ് ഓയിൽ ടാങ്കറുകളുടെ യാത്ര പൂർണ്ണമായും നിലച്ചു. ഇതിനു പുറമെ സൗദി അരാംകോയുടെ പ്രതിദിനം 5.5 ലക്ഷം ബാരൽ ഉൽപ്പാദനശേഷിയുള്ള റാസ് തനൂറ റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് അത് അടച്ചുപൂട്ടി. ഈ രണ്ട് സംഭവങ്ങളും ക്രൂഡ് ഓയിൽ സപ്ലൈയെ സാരമായി ബാധിക്കുകയും വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം കൂടാനും പെയിന്റ്, ടയർ, FMCG തുടങ്ങിയ സെക്ടറുകളിലെ കമ്പനികളുടെ ലാഭം കുറയാനും കാരണമാകും. ഓഹരി വിപണി തകരുമ്പോൾ നിക്ഷേപകർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റിലെ ഇന്നത്തെ നീക്കം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫ്യൂച്ചർ വില ഒറ്റയടിക്ക് 4% ഇന്ന് കുതിച്ചുയർന്നത്. വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ നിക്ഷേപകർ എപ്പോഴും സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്കാണ് തിരിയുക. യുദ്ധം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും പുതിയ റെക്കോർഡുകൾ ഭേദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക ഡേറ്റകൾ പരിശോധിക്കാം. ഫെബ്രുവരി മാസത്തെ GST കളക്ഷൻ 8.1% വർദ്ധിച്ച് 1,83,000 രൂപയിലെത്തി. ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ആഭ്യന്തര ഉപഭോഗം ശക്തമായി തുടരുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ജനുവരി മാസത്തെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വളർച്ച 4.8% അല്പം കുറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് സെക്ടറിലെ ചെറിയൊരു മന്ദഗതിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എങ്കിലും ശമ്പളക്കാർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള EPFO പലിശ നിരക്ക് 8.25% തന്നെ നിലനിർത്താൻ സർക്കാർ തീരുമാനിച്ചു. ഓട്ടോമൊബൈൽ സെക്ടറിലെ നിക്ഷേപകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളാണ് അടുത്തത്. ഫെബ്രുവരി മാസത്തെ കാർ സെയിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. മുൻനിര കമ്പനികളുടെ വിൽപ്പന കണക്കുകൾ സമ്മിശ്രമാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിനും മഹീന്ദ്രയ്ക്കും വിദേശത്തു നിന്നേറ്റ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇന്തോനേഷ്യ ഈ രണ്ട് ഇന്ത്യൻ കമ്പനികളുടെയും വാഹന ഇറക്കുമതി ഓർഡർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഈ വമ്പൻ ഓർഡർ ലഭിച്ച സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അടുത്തത് എനർജി EV സെക്ടറുകൾക്ക് ഉണർന്നു നൽകുന്ന പോസിറ്റീവായൊരു വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതിയ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഔദ്യോഗികമായി പുനഃസ്ഥാപിച്ചു. ഇതിന്റെ ഭാഗമായി ക്രിട്ടിക്കൽ മിനറൽസ്, യുറേനിയം സപ്ലൈ എന്നീ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഇവർ ഒപ്പുവച്ചു. ഇന്ത്യയുടെ EV ബാറ്ററി നിർമ്മാണത്തിനും ആണവോർജ്ജ പദ്ധതികൾക്കും കാനഡയിൽ നിന്നുള്ള ഈ സപ്ലൈ വലിയൊരു ബൂസ്റ്റ് നൽകും. അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഹോളി ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് നാളെ അവധിയായിരിക്കും. NSEയും BSEയും നാളെ പ്രവർത്തിക്കുന്നതല്ല. ഇന്നത്തെ പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകൾ ഇവയാണ്. യുദ്ധസാഹചര്യത്തിൽ മാർക്കറ്റിൽ അത്യാവശ്യമുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.